നമസ്കാരം. നെഗറ്റീവ് ഗ്ലോബൽ ക്യൂസ് മൂലം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ സെൽ ഓഫിനെ അഭിമുഖീകരിക്കുകയും മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാർക്കറ്റ് ഏറെക്കുറെ ഓവർ സോൾഡ് സോണിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ മാർക്കറ്റിൻ്റെ റീസെൻറ്റ് സ്വിംഗ് ലോയ്ക്ക് അടുത്ത് മാർക്കറ്റിന് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഏറെക്കുറെ സ്റ്റെബിലൈസ് ആയ ഒരു ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. പുട്ട് കോൾ റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിലും 25,300 ഒരു പ്രധാനപ്പെട്ട സോൺ തന്നെയാണ്. 25,000 മുതൽ 25,300 വരെയുള്ള സോൺ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് കുഷനായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ 25,600, 700 തുടങ്ങിയ റേഞ്ചുകളായിരിക്കും ഇനിയുള്ള പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അടുത്ത ആഴ്ച 25,200-നും 25,700-നും ഇടയിലുള്ള ഒരു മൂവ്മെൻറ്റ് വേണം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. ടെക്നിക്കൽ ഡേറ്റയോടൊപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ സെൽ ആക്ടിവിറ്റിയും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഫാക്ടർ തന്നെയാണ്. ഇന്ത്യ-US ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായതിനു ശേഷം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സെല്ലിംഗ് ട്രെൻഡിൽ നിന്നും ബൈയിങ് ട്രെൻഡിലേക്ക് മാറുകയും ചെയ്തു. ഫെബ്രുവരി മാസത്തിൽ ഇതുവരെ 19,675 കോടിയുടെ ബൈയിങ് ആണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അതേസമയം ഫെബ്രുവരി മാസത്തെ FPIസിൻ്റെ നെറ്റ് ബൈ സെൽ ആക്ടിവിറ്റി പരിശോധിച്ചാൽ 1,374 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത്. ഈ വെള്ളിയാഴ്ച FPIs ഇന്ത്യൻ മാർക്കറ്റിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളെ ക്യാഷ് സെഗ്മെൻറ്റിൽ ഓഫ്ലോഡ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു FPIസിൻ്റെ ഫെബ്രുവരി മാസത്തെ നെറ്റ് ഡേറ്റ സെല്ലിംഗ് സൈഡിലേക്ക് മാറിയത്. അതേസമയം കഴിഞ്ഞ 2025 നവംബർ, ഡിസംബർ, 2026 ജനുവരി തുടങ്ങിയ മാസങ്ങളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് ആണ് നടത്തിയത്. ഡേറ്റ പരിശോധിച്ചാൽ നവംബർ മാസത്തിൽ 3,765 കോടിയുടെയും ഡിസംബർ മാസത്തിൽ 22,611 കോടിയുടെയും 2026 ജനുവരി മാസത്തിൽ 35,962 കോടി രൂപയുടെയും സെല്ലിംഗ് ആണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. 2025 എൻറ്റയർ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ 1.66 ലക്ഷം കോടിയുടെ സെല്ലിംഗ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ഇന്ത്യ-US ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായതിനു ശേഷവും ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷവും FPIസിൻ്റെ ഈ ഒരു സെല്ലിംഗ് ട്രെൻഡിൽ മാറ്റം വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ 19,675 കോടിയുടെ ബൈയിങ് ആണ് ഇതുവരെ നടത്തിയിരിക്കുന്നത്. അതേസമയം ആന്ത്രോപിക് AIയുടെ ഒരു ഇമ്പാക്റ്റ് മൂലം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ചും ക്യാഷ് സെഗ്മെൻറ്റിൽ ഹെവി സെല്ലിംഗ് നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ചയിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 7,395 കോടിയുടെ സെല്ലിംഗ് ആണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതുകൊണ്ടാണ് ഫെബ്രുവരി മാസത്തെ ഇതുവരെയുള്ള ഡേറ്റയിൽ FPIs നെറ്റ് സെല്ലറായി വരികയും 1,374 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് നടത്തുകയും ചെയ്തത്. അടുത്ത ആഴ്ച FPIs ബൈയിങ് സൈഡിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് ഉറപ്പായും മാർക്കറ്റിന് ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ടൈഗർ ലോജിസ്റ്റിക്സ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 11% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു ലോജിസ്റ്റിക്സ് സെക്ടറിലെ സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് ടൈഗർ ലോജിസ്റ്റിക്സ്. ടൈഗർ ലോജിസ്റ്റിക്സ് എന്ന സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ടൈഗർ ലോജിസ്റ്റിക്സ് എന്ന സ്റ്റോക്ക് 7% ഇടിയുകയും ചെയ്തു. ടൈഗർ ലോജിസ്റ്റിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 29.5% ഇടിഞ്ഞ് 8 കോടിയിൽ നിന്നും 5.93 കോടിയിലേക്കെത്തി. കഴിഞ്ഞ വർഷം 8.42 കോടിയുടെ പ്രോഫിറ്റ് ആയിരുന്നു കമ്പനി നേടിയത്. ഇപ്പോഴത് ഇടിഞ്ഞ് 5.93 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 13.4% ഇടിഞ്ഞ് 160 കോടിയിൽ നിന്നും 130 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. US താരിഫ്, ഗ്ലോബൽ ഫ്രൈറ്റ് റേറ്റിലുണ്ടായിരിക്കുന്ന വർധനവ്, മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, US ഇറാൻ സിറ്റുവേഷൻ എന്നിവയുടെ ഇമ്പാക്റ്റ് ആയിട്ടാണ് കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും ഇടിഞ്ഞതെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ എബിറ്റ 5.4% ഉയർന്ന് 7.5 കോടിയായി മാറുകയും ചെയ്തു. കഴിഞ്ഞ 9 മാസത്തെ എബിറ്റ പെർഫോമൻസ് നോക്കിയാൽ എബിറ്റ 3.6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 24.6 കോടിയായി മാറിയിട്ടുണ്ട്.
ടൈഗർ ലോജിസ്റ്റിക്സ് എന്ന സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ക്വാർട്ടർലി റിസൾട്ട് വീക്കാണ്. അതേസമയം ലോജിസ്റ്റിക് എക്കോസിസ്റ്റത്തിൽ വന്ന സ്ട്രക്ചറൽ ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ പശ്ചാത്തലത്തിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ലോങ് ടൈം പ്രോസ്പെക്ട്സ് കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കുമെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നാളെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 28 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. 28 52 വീക്ക് ലോ കൂടിയാണ്. ഈ 28 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാകാനും സ്റ്റോക്ക് ഫർദർ ഡൗൺ സൈഡിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ടൈഗർ ലോജിസ്റ്റിക് പോലെ തന്നെ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതും 50 രൂപയ്ക്ക് താഴെ മാത്രം ലഭിക്കുന്നതുമായ സിന്ധു ട്രേഡ് എന്ന സ്റ്റോക്കും നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. സിന്ധു ട്രേഡിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമാണ്. സിന്ധു ട്രേഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 61% ഇടിഞ്ഞു. 14 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 5.74 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷനും 16% ഇടിഞ്ഞ് 95.33 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ടോട്ടൽ റവന്യൂവിലും ഇടിവ് വന്നിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 5.74 കോടിയിൽ നിന്നും 7.11 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 334 കോടിയായി മാറുകയും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 16 കോടിയിൽ നിന്നും 23 കോടിയായി മെച്ചപ്പെടുകയും ചെയ്തു. സിന്ധു ട്രേഡ് എന്ന കമ്പനി ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, ഓയിൽ ആൻഡ് ലൂബ്രിക്കൻസ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓയിൽ ഡ്രില്ലിംഗ് സർവീസ് തുടങ്ങിയ വിവിധ സെക്ടറുകളിൽ എക്സ്പോസറുള്ള ഒരു കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകി. 5 വർഷം കൊണ്ട് ഏകദേശം 1000% റിട്ടേൺ ജനറേറ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. കൂടാതെ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 22%, ഒരു വർഷം കൊണ്ട് 38% റിട്ടേൺ നൽകി. ക്വാർട്ടർലി റിസൾട്ട് മോശമാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ ലഭിച്ചതുകൊണ്ടാകാം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് 11% ഇടിയുകയും ചെയ്തു. അതുകൊണ്ട് സിന്ധു ട്രേഡർ എന്ന സ്റ്റോക്കിനെയും നാളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ക്വാർട്ടർലി റിസൾട്ട് മോശമായതുകൊണ്ട് സ്റ്റോക്ക് നെഗറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 52 വീക്ക് ലോ 12, 52 വീക്ക് ഹൈ 40. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് റെലിഗർ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. ഫെബ്രുവരി 14 റെലിഗർ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന കമ്പനി അതിൻ്റെ ഡീമെർജർ പ്ലാൻ പ്രഖ്യാപിച്ചിരുന്നു. റെലിഗർ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന കമ്പനി റെലിഗർ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, റെലിഗർ ഫിൻവെസ്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ സ്പ്ലിറ്റ് ആവുകയാണ്. ഇവിടെ കമ്പനിയുടെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും റെലിഗർ ഫിൻവെസ്റ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഷെയർ കൂടി ലഭിക്കും. അതായത് റെലിഗർ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് 1:1 എന്ന റേഷ്യോയിലാണ് ഡീമർജ് ആവുന്നത്. ഈ ഡീമർജിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3% ഇടിഞ്ഞ് 243 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 264% റിട്ടേണും 3 വർഷം കൊണ്ട് 57% റിട്ടേണും നൽകിയ സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ ഏറെക്കുറെ ഫ്ലാറ്റ് സൈഡിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈ 295, 52 വീക്കിലോ 200, സ്റ്റോക്ക് 240 ട്രേഡ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്